ആളിറങ്ങണ്ട് ആളിറങ്ങണ്ട്. ആ വരൂ 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 ഇറങ്ങാളൂ വരൂ 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 അങ്ങോട്ട് ഇറങ്ങും മനുഷ്യ വേഗം വരൂ. ആ ബാലൻസ് പൈസ കിട്ടിയില്ലല്ലോ തായോ. ഏത് ബാലൻസ്? ഏത് ബാലൻസ്? 14 രൂപ 45 പൈസ. അത് തന്നാണല്ലോ. എന്റെ പൊന്ന് ചേട്ട ഇയാള് ടിക്കറ്റ് എടുത്തിട്ട് ബാക്കി പൈസ വെച്ചിട്ട് തരണില്ലാന്നേ. ബാക്കി തരല്ല. ഓഹോ, അപ്പൊ ഇത് സ്ഥിരം പരിപാടിയാണല്ലേ? ബാക്കി കാശ് കൊടുക്കും. പാസഞ്ചേഴ്സിനെ ഡിസ്റ്റർബ് ചെയ്യാതെ ബാക്കി കാശ് കൊടുക്കണോ? വലിയ കഷ്ടമല്ലോ. മടി കാശ് കറക്റ്റ് ആണെന്ന് നീ കറക്റ്റ് തന്നെ. ഓക്കെ, എന്തോ നാളായത്. ടിക്കറ്റ് വാങ്ങുമ്പോ തന്നെ ബാലൻസോടെ ചോദിച്ചു വാങ്ങിച്ചൂടാ നിനക്ക്? എവിടെ ബാലൻസ്? അയാള് ബാലൻസ് തരാനില്ല. ഇത് ഞാനൊരിക്കൽ നമ്പറാ. നമ്പർ വണ്ടി പോയാ വൈകിട്ട് വന്ന് ഞണ്ണനാ. ഈ ഏരിയയിൽ എവിടെയോ ആണ് സംഭവം. ഒരു കാര്യം ഞാനോടൊന്ന് ചോദിച്ചു നോക്കും. അമ്മച്ചി, ഈ നോൺസൺ കമ്പനിക്ക് പോണ വഴി അമ്മച്ചിക്ക്. ജോൺസൺ ആൻഡ് ജെയ്സൺ. അതെ, ജെയ്സൺ ആൻഡ് ജോൺസൺ കമ്പനിക്ക് പോണ വഴി അമ്മച്ചിക്ക് അറിയോ? ആരാണ് നിന്റെ അമ്മച്ചി? എനിക്ക് അത്ര വലിയ പ്രായമൊന്നും ആയിട്ടില്ല. നിന്റെ മുഖത്ത് കണ്ണില്ലടാ. എക്സ്ക്യൂസ് മീ, ഏത് കോളേജിലാ പഠിക്കുന്നേ? ഇങ്ങോട്ട് വാടാ. നിന്റെ അമ്മയുടെ നായരുടെ കോളേജിലുള്ള അമ്മച്ചി ഏത് കോളേജിലെന്നാ പറഞ്ഞേ? പിന്നെ പറഞ്ഞുതരാം. പ്രായം കണ്ടാൽ ചർമ്മം തോന്നിക്കേ ഇല്ല. ജെയ്സൺ ആൻഡ് നോൺസെൻസ്. ജോൺസൺ ആൻഡ് ജെയ്സൺ അങ്ങനെയും പറയാം. നോക്കാം. ഹലോ, എന്താ? ലൗഡർ പ്ലീസ്. അത് പറഞ്ഞിരുന്നു. എന്താ സാർ, ഒരു മിനിറ്റ്. ഹലോ, പറയൂ. ഈ ജോൺസൺ ആൻഡ് ജെയ്സൺ കമ്പനിയുടെ MD ഒന്ന് കാണാം. അതെ, MD അല്പം തിരക്കിലാണ്, ഒന്ന് വെയിറ്റ് ചെയ്യണേ. പറഞ്ഞോളൂ സാർ. അയ്യോ, വെയിറ്റിംഗിന്റെ ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ 1 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. 7 ലക്ഷോ? അയ്യോ സാർ, 10 ലക്ഷം ആണെങ്കിൽ എങ്ങനെങ്കിലും പറയായിരുന്നു. അതെ, ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. അല്ല, ഒരു കാര്യം ചെയ്യാം, ഞാൻ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യാം. എന്താണ് നിങ്ങളോടല്ലേ പറഞ്ഞു മിസ്റ്റർ, അവിടെ വെയിറ്റ് ചെയ്യണം. ഹലോ, ഏത് തെണ്ടിയാണ് ഇവിടുത്തെ MD? ഏത് തെണ്ടിയെങ്കിലും ഉണ്ടാവാ. എന്തത്, ടെലിഫോൺ എക്സ്ചേഞ്ചോ? ഇല്ല സാർ, പറഞ്ഞിരുന്നു. അതെ അല്ലേ, ഡെപ്പോസിറ്റിന്റെ കാര്യമേ. അപ്പൊ ഇന്നലെ ഫോൺ ചെയ്തപ്പോഴായിരുന്നു. അല്ല, ഓക്കെ സാർ, ഓക്കെ സാർ. എന്താ അയ്യല്ലേ സാർ, ഇവിടെ പറയാരേ. ഞാൻ പോരാം. എക്സ്ക്യൂസ് മീ, പേര് പറഞ്ഞില്ല. ചോദിച്ചില്ലല്ലോ. എന്റെ പേര് അപ്പു. സ്നേഹമുള്ളവരെന്നെ അപ്പേട്ടേൻ വിളിച്ചോട്ടെ. വിളിച്ചോട്ടെ, സ്നേഹമുള്ളവരല്ലേ. മാഡം ഈ ഓഫീസിന്റെ അലങ്കാര വസ്തുവാണ്. മാഡത്തിന്റെ മുഖത്ത് ഒരു പ്രാവശ്യം നോക്കിയാൽ പിന്നെ മുഖത്തുനിന്ന് കണ്ണെടുക്കാനേ തോന്നില്ല. റിയലി. നീ ഈ ജോലി കിട്ടാതാക്കൂ. അതെ, ഇവിടെ വെയിറ്റ് ചെയ്തിട്ട് വല്ല കാര്യമുണ്ട്? MD-മാരെ അടുത്ത കാലത്ത് അങ്ങനെ ഒന്ന് കാണാൻ പറ്റുമോ? ബുദ്ധിമുട്ടാണ്, എനിക്കിതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പാവടാ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ആരാ മനസ്സിലായില്ലല്ലോ? ഞാൻ അനന്തൻ, ഇവൻ അപ്പുക്കുട്ടൻ. മോർണിംഗ്. ഓ, അത് ഞങ്ങൾ ഇവിടെ ജോലിക്ക് വേണ്ടി 1 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓ, അനന്തര അപ്പുക്കുട്ടനല്ലേ? അതെ. അത് ശരി. നിങ്ങൾ വേറെ ജോയിൻ ചെയ്തില്ലേ? ഇല്ല. അല്ല, ഈ അപ്പോയിന്റ്മെന്റ് ഓർഡർ ഒന്നും കിട്ടിയില്ലായിരുന്നു. ഇരിക്കൂ. പ്ലീസ് ഇട്ടോ. എന്താ ഇവർ അപ്പോയിന്റ്മെന്റ് ഓർഡർ അയക്കാതിരുന്നത്? അല്ല സാർ, അത് നോ എക്സ്പ്ലനേഷൻ. ഇപ്പൊ തന്നെ ഇവർ അപ്പോയിന്റ് ചെയ്തിരിക്കണം. ഇതാണ് സാറന്മാരുടെ സീറ്റ്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാ? പ്രാർത്ഥിച്ചോണ്ട് പറഞ്ഞു. ഈശ്വര, ഞങ്ങളുടെ മണ്ണിൽ കഞ്ഞിരുത്. നല്ല സെറ്റപ്പ് അല്ലേ? സോറി, നൈബോർഡ് നോക്കി. നൈബോർഡ് നല്ല ചെത്തായിട്ടുണ്ട്. ചെത്തി തന്നെ വാങ്ങിച്ചത്. ഞങ്ങളെ പോലുള്ള വിദ്യാസമ്പന്നരും സുമുഖനും സുന്ദരനും സുശീലിയുമായ ചെറുപ്പക്കാർ എന്നും ഈ ഓഫീസിന് ഒരു മുതൽക്കൂട്ടായിരിക്കും. മുതൽക്കൂട്ട് തന്നെ ആയിരിക്കും. അതെന്താ അങ്ങനെ പറഞ്ഞത്? അല്ല, പുള്ളി പറഞ്ഞ ഒരു ആവേശം കണ്ടിട്ട് ഞാൻ പറഞ്ഞു പോയതാണ്. എന്താ പേര്? സുന്ദരി. പേരാ ചോദിച്ച? പേര് എന്നാ പറഞ്ഞതും. വീട്ടുകാർക്ക് ഇടാൻ കണ്ട പേര് സുന്ദരി. എന്താ 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 പറഞ്ഞ? എന്താ നെയിം ബോർഡ് നന്നായിന്ന് പറയായിരുന്നേ. നോക്കി തന്നെ വാങ്ങിച്ചതേ. ഇവിടെ തന്നെ കാണണേ. അത് നിങ്ങൾ ഇവിടെ തന്നെ നിന്നോ, ഞാൻ പോയി ഒന്ന് സംസാരിച്ചിട്ട് വരാം. സൂക്ഷിച്ചോണം, അല്ലെങ്കിൽ കാർ ആരെയും കഴിച്ചോണ്ട് പോകും. അത് കുഴപ്പമില്ല. നിങ്ങളോടല്ലേ മിസ്റ്റർ പറഞ്ഞത്? തനിക്ക് ജോലിയില്ലെങ്കിൽ എനിക്കിവിടെ വേറെ ജോലിയുണ്ട്, വേണം. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് സാർ. അയ്യോ സാർ, MTs ഇല്ല.
പിന്നെ ആരാ ഉള്ളത്? പുതിയതായിട്ട് ജോയിൻ ചെയ്ത 2 ചെറുപ്പക്കാരുണ്ട്, ബിസിനസ് എക്സിക്യൂട്ടീവ്. അത് ശരി. അവരെവിടെ? അവിടെ ആഹാ. ഇടയ്ക്ക് എന്തെങ്കിലും ജോലി എന്ത് ചെയ്യാൻ? ഗുഡ് മോർണിംഗ്. ഞാൻ സാറുമാരെ കാണാൻ വേണ്ടി വന്നതാ. എന്താ കാര്യം? അല്ല, നിങ്ങൾ ബിസിനസ് എക്സിക്യൂട്ടീവ്സ് ആണല്ലേ? ഞാൻ പുരുഷോത്തം പിള്ള, റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സാ. അതെ, ആ. ഞങ്ങൾക്ക് താമസിക്കാൻ ഒരു വീടിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. വീടൊരു പ്രശ്നമേ അല്ല. പക്ഷെ എനിക്ക് വലിയൊരു പ്രശ്നം വന്നിരിക്കുകയാണ്. സത്യം തുറന്നതല്ല ഞന്മാരെ. ഒരു തിമിംഗലം വന്ന് ചാടിയിരിക്കുകയാണ്. വലിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് അവർക്ക് ആവശ്യം. തൽക്കാലം എന്റെ കസ്റ്റഡിയിൽ ഈ സാധനമില്ല. 2-3 ദിവസം അവരൊന്ന് പിടിച്ചു നിർത്തണം. തൽക്കാലം ഇതിനോടമസ്ഥന്മാർ നിങ്ങളാണെന്ന് ഞാൻ പറയും. നിങ്ങളത് സമ്മതിച്ചേക്കണം. ബാക്കിയുള്ള കളിയൊക്കെ ഞാൻ കളിച്ചോളാം. അതാണോ കാര്യം? ആ കാര്യം ഞങ്ങൾ ഏറ്റു. അതെ, ഏക്കാൻ വരട്ടെ. അതെ, ഇത്ര ഫ്രാഡ് പരിപാടിക്കുന്നത് ഞങ്ങളെ കിട്ടില്ല. അത് കള. ഞാൻ അവരെ വിളിക്കട്ടെ. 4 കോടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. പുരുഷോത്തം പിള്ളയായിട്ട് ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ, അതാണ് ഓക്കെ. എന്താ നിന്റെ ഉദ്ദേശം? വെറുതെ വേണ്ടാത്ത പരിപാടിക്കൊന്നും പോണ്ട കേട്ടോ. എടാ, ഇത്രയും വലിയ ഒരു സ്ഥാപനത്തിന്റെ ഉടമസ്ഥനാവുള്ള അവകാശം ഓസിന് കിട്ടി ആരെങ്കിലും വേണ്ടെന്ന് വെക്കടാ. ഞാൻ വേണ്ടാന്ന് വെക്കും. ഞഞ്ഞായി എന്ത്? വാ വാ. ആ, ഇതാണ് ഞാൻ പറഞ്ഞ പാർട്ടി. ഹലോ, ഇവരുടേതാണ് പ്രോപ്പർട്ടി. പരിപാടി കഴിഞ്ഞാൽ ഉടനെ ഈ പാർട്ടിയുടെ இது எப்படி இருக்கு? അപ്പോൾ പ്രേമം മൂത്തപ്പോൾ ഇന്നലെ രാത്രി നിങ്ങൾ ലോഡ്ജിൽ റൂം എടുത്തു അല്ലേ? അതെ സാർ. ഗുഡ് മോർണിംഗ് മിസ്റ്റർ ഖാൻ. മോർണിംഗ്. ചെരുപ്പ് പോരണ്ട, ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ ചെരുപ്പിട്ട് കയറാം. ഭരണം മാറി അറിയില്ലേ? അല്ലേ ജാഫർ ഖാൻ? ഞങ്ങളുടെ ഭരണം വന്ന ശേഷം സാമൂഹ്യ വിരുദ്ധയുടെ ശല്യം കുറഞ്ഞിട്ടില്ലേ? ഇല്ല, കൂടിയിട്ടേ ഉള്ളൂ. ഇത് കണ്ടില്ലേ, ഇന്നലെ രാത്രി ഇഴുകിച്ചേരാൻ മുറിയെടുത്തോ? അത് കണ്ടില്ലേ, ജോലി തട്ടിപ്പ് വീരന്മാർ കുറഞ്ഞിട്ടുണ്ട് പോലും. അയ്യോ സാറേ, ഇവര് എന്റെ കക്ഷികളാ. പാവങ്ങളാ, പറ്റിയ പാവങ്ങളാ സാറേ. Stupid. I'm sorry. ഇവരെ ഇറക്കിക്കൊണ്ട് പോകാൻ വന്നതാ ഞാൻ. അയ്യോ, സാറിന്റെ കക്ഷികളാണോ? അറിഞ്ഞില്ല, ക്ഷമിക്കണം സാർ. ആ 2 പേരെ വെളിയിലിറക്കി വിടണം സാർ. ഒന്ന് വേഗം തുറക്കണം. നീ എവിടേക്കാ? നീ എവിടെ കിടന്നാ മതി. അയ്യോ, നല്ല വേദന ഉണ്ടാവും. സോറി, അറിയാതെ ഇടിച്ചു പോയതാ. അറിയാതെ ഒന്നുമല്ല. വേണമെങ്കിൽ ഇതാ തന്റെ പോക്കറ്റ്. ശരിക്കും ഇടികൊണ്ടല്ലേ? നിങ്ങൾ 2 പേരും പുറത്തു പോയി ചപ്പാത്തിയും ചിക്കൻ ഫ്രൈയും എല്ലാം കഴിച്ചോ? അതാണ് പുരുഷന്റെ കഴിവ്. എന്താ വാടാ ഇതൊക്കെ? ഒന്ന് നിന്നേ. ചപ്പാത്തിയും ചിക്കൻ ഫ്രൈയും നിങ്ങൾക്ക് നാളെ കഴിക്കാം. അതെ അതെ. കഴിവേലിയേ, എന്തോ? ആ കണക്കൊക്കെ ഒന്ന് നോക്കിക്കേ. പോകാൻ വരട്ടെ. ടാക്സി ചാർജ് 150 രൂപ, ഡ്രസ് വാഷ് ഒരു 35 രൂപ, പിന്നെ ടീ 40 രൂപ, പിന്നെ സെക്രട്ടറിയുടെ ചാർജ് 150 രൂപ. മൊത്തം എത്രയായി? അങ്ങനെ എല്ലാം കൂടെ ഒരു 550 രൂപ. എക്സ്ക്യൂസ് മീ, റൂം നമ്പർ 9 കീ തരൂ. ലഗേജ് അല്ല, കീ. വലിയ 2 ഓഫീസർമാര് 300 രൂപ അഡ്വാൻസ് തന്നിട്ട് ഒരാഴ്ചയായി കിടന്ന് കറങ്ങുന്നു. രണ്ടിന് ഈ പരിസരത്തിന് കണ്ടുപോകരുത്. എടുത്തെറിയണ്ട, പൊട്ടുന്ന സാധനങ്ങൾ അതില്. ഹലോ, പോലീസ് സ്റ്റേഷൻ ഒന്ന് കണക്ട് ചെയ്യൂ. നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാം. വേണ്ട വേണ്ട. നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാം. നീ വെച്ചോ, എന്തായാലും ഞാൻ വരുന്നില്ല. പിന്നെന്ത് ചെയ്യും? അവന്മാർക്ക് കൊടുത്ത ആ 1 ലക്ഷം രൂപ എങ്ങനെ തിരിച്ചു വാങ്ങിക്കണം? അവരെ കണ്ടുപിടിക്കുന്നവരവിടെ നിൽക്കണ്ടേ? അതിന് നിന്റെ കയ്യിൽ കാശുണ്ടോ? പിന്നെ എനിക്കിവിടെ കള്ളങ്ങോട്ടടിയില്ലേ? എന്റെ അവിടെ നിന്നാ കാശ്? നല്ല വിശപ്പുണ്ട് എനിക്ക്. ആ പറഞ്ഞ സംഭവം എനിക്കുണ്ട്. എന്തോന്നാ വിശപ്പ്? ഓ, നിനക്ക് അത് മാത്രമല്ലേ ഉള്ളൂ?
എന്തുവാടാ? ദുഃഖഭാരം ചുമക്കുന്ന ദുശഗുണമാണു ഞാൻ, തില്ലുമേടയിലിരുന്നെന്നെ കല്ലെറിയല്ലേ കല്ലെറിയല്ലേ എന്നെ. നീ ഇവിടെ ഇരിക്കി, ഞാനിപ്പോ വരാം. നല്ല ടേസ്റ്റ്. ഇത്രയും ബെസ്റ്റ് ഫുഡ് കഴിച്ചിട്ട് കുറെ കാലമായി. ഞാൻ ഉള്ളിടത്തോളം കാലം നിന്നെ ഞാൻ ഒരിക്കലും പട്ടിണി കിട്ടില്ല. അതിനുള്ള വിദ്യയൊക്കെ എനിക്കറിയാം. വേറെ കഴിക്കേണ്ട വേണ്ട? ചപ്പാത്തി ചിക്കൻ ഫ്രൈ. ഓക്കെ സാർ. പ്രേതം കൂടി പോലെ ഇയാൾ എപ്പോഴും പിന്നാലെ ഉണ്ടല്ലോ. അപ്പു, നീ എന്താ ഇവിടെ? നീ അപ്പൂട്ടൻ തന്നെ. വയറു നിറച്ച ആഹാരം കഴിക്കാൻ അവസരം കിട്ടിയിട്ട് അതിനും വിധിയില്ലാണ്ടായി. എവിടെങ്കിലും വന്ന് ജീവിക്കാന്ന് വിചാരിച്ചാ അവിടെ മുഴുവൻ ഈ ശല്യങ്ങളല്ലേ. എന്താ ചെയ്യാ? ഒക്കെ വിധിയാടാ. എന്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ ഗതിയൊന്നും വരില്ലായിരുന്നു. ആവശ്യത്തിലധികം സ്വത്ത്, ഒരേ ഒരു മകൻ. പറഞ്ഞിട്ടെന്താ കാര്യം? നിന്റെ കയ്യിൽ എത്ര രൂപ ഉണ്ട്? 10 പൈസ ഉണ്ടാവും. അതിങ്ങട്. 10 പൈസയും കൊണ്ട് നടക്കുന്നു. ഹലോ, എന്താ രണ്ടുപേരും കൂടെ ബാഗ് വെച്ചോടെ കാര്യം പോലെ? ഹായ് സുന്ദരി. ഹലോ, ഫൈൻ, താങ്ക് യു. ഇതാരും സുന്ദരിയാ? അതെ, എനിക്ക് ജോലി കിട്ടി. കൺഗ്രാജുലേഷൻ. താങ്ക് യു. പിന്നെ ഇത്രയും നാൾ നിങ്ങളെ കുറിച്ച് ഓർത്ത് ഞാൻ വിഷമിച്ചിരിക്കുകയായിരുന്നു. ഏതായാലും കണ്ടുമുട്ടിയല്ലോ. അതെ, നിങ്ങൾ എവിടെയാ താമസം? ഞാൻ പറയാം, എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഞങ്ങൾക്ക് പ്രശ്ന. എന്താ പ്രശ്നം അറിയോ? ഞങ്ങൾ രണ്ട് അവിവാഹിതരല്ലേ. അവിടെ ഒരു പെൺകുട്ടി എത്തിക്കുമെന്ന് അത് പ്രോബ്ലം ഇല്ലേ? പിന്നെ ഞാൻ താമസിക്കുന്ന ഇവിടെ അശ്വതി വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ. പിന്നെന്താ, പിന്നെ വൈകുന്നേരം കാണാം. ആരാ ഇത്? സീക്കിയോ? നിന്നെ ഈ വഴിക്കൊന്നും കാണാനില്ലല്ലോടാ. സമയം കിട്ടണ്ടേ മറിയാമ്മ ചേർത്തി? നിന്നെ കുറിച്ച് ആരോ എന്തോ ഇപ്പൊ എന്നോട് പറഞ്ഞല്ലോ, ഓർമ്മ വരുന്നില്ല. എന്നെ കുറിച്ചാവില്ല. ഇതും തുട്ടടാ. ഇതാ മറിയാമ്മ ചേർത്തിക്ക് എന്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നതാ. എനിക്കോ? ലഡു, ജിലേബി, പഴം, മലുവ. പ്രമേഹത്തിന് നല്ലതല്ലേ? ഈശോയെ, തിന്ന വേം പൊക്കോളും നല്ല. കണ്ട ഇനിയുണ്ട്. ആളുകൾ പറയുന്ന പോലെയൊന്നല്ല, നീ നല്ല സ്നേഹമുള്ളവന്. നിന്നെ കുറിച്ച് ആരോ എന്തോ പറഞ്ഞല്ലോ, ആരാണെന്ന് ഓർമ്മ വരുന്നില്ല. ഗൾഫിൽ നിന്ന് മക്കളുടെ കത്തും പണമൊക്കെ വരുന്നില്ലേ? 3 അവന്മാരും കൂടി ഗൾഫിൽ പോയിട്ട് കിടക്കുക. പെണ്ണ് നോക്കണമെന്നും പറഞ്ഞ് ആഴ്ചയിൽ ഓരോ കത്തയക്കുക. കെട്ടിച്ചാ പിന്നെ അവന്മാരെ ഭാര്യമാര് പറയണത് കേട്ട് നടക്കും. വിഷം വെച്ചാ മതി. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ. അതുകൊണ്ടല്ലേ ഞാൻ അവരെ കൊണ്ട് പെണ്ണ് കെട്ടിക്കാത്തത്. നല്ല രുചിയുണ്ടോ മോനെ? കെട്ടിയതല്ലേ? ഇപ്പൊ നിന്നെ കുറിച്ച് ആരോ പറഞ്ഞല്ലോ. ഓ, ഒരു ഓർമ്മ പൈസകേ. മറിയാമ്മ ചേട്ടത്തിയുടെ ആ ഒഴിഞ്ഞു കിടക്കണ വീടില്ലേ, അത് നമുക്ക് 2 ആൾക്കും കൂടി വിറ്റാലോ? നല്ല വില ഞാൻ വാങ്ങിച്ചിട്ടോളാം. ആഹാ, അതാണ് നീ കൊള്ളപ്പം ലഡു ഉണ്ടായിട്ട് ഇറങ്ങിയേക്കുന്നതല്ലേ? അതാണ് ഞാൻ കുറച്ചു നേരമായിട്ട് ഓർത്തോണ്ടിരിക്കുന്നത്. ആ പുരുഷോത്തമൻ പിള്ള നിന്നെ കുറിച്ച് ഇപ്പൊ പറഞ്ഞിറങ്ങിയതേ ഉള്ളൂ. നീയാണ് എന്റെ വീടും പറമ്പും വിൽക്കാണ്ടെന്ന് പറഞ്ഞു നടക്കുന്നതല്ലേ? ഇറങ്ങടെ വലിയ അതൊക്കെ അവിടെ ഇരുന്നോട്ടെ. എന്റെ അമ്മായിമ്മേ, എല്ലാ പിള്ളേരും കൂടി ചായ എടുത്ത് കുടിച്ചോളി മക്കളെ. എല്ലാവർക്കും കൊടുക്ക. ചേട്ടാ, ഓ എടുത്ത് കഴിക്ക്. ഞാൻ കഴിച്ചോ? ഓ എടാ, നീ വലിച്ചു വാരി തിന്നണതൊക്കെ എങ്ങോട്ട് പോണടാ മെഴുവേലി തറേ.
പ്ലീസ്. ഈ തറയെന്ന് പറയാമോ ചേട്ടനിക്ക് എന്താ ഇത്ര വില കൊടുത്തോ? ചേച്ചിക്ക് തറകളെ വലിയ ഇഷ്ടമാണ് അല്ലേ? അതൊക്കെ ഇല്ലാതിരിക്കും. ചേട്ടത്തിയും ആ വിഭാഗത്തിൽപ്പെട്ടതാണല്ലോ. പുരുഷോത്തമ പിള്ളേ, എന്തോ കാര്യമൊക്കെ ശരി തന്നെ. വീട് ഞാൻ തന്നു എന്ന് കരുതി ഈ തറകളെല്ലാം കൂടി ഇവിടെ കിടന്ന് കളിക്കരുത്. 2 പേർക്ക് കൂടിയാണ് വീട് തന്നിരിക്കുന്നത്. വേറെ ഒരൊറ്റ എണ്ണം ഇതിനകത്ത് കേറി പോരുത്. പറഞ്ഞേക്കാം. അതത്രേ ഉള്ളൂ. ഞങ്ങൾക്ക് ഒരു ഉത്തരവാദിത്തമുണ്ട്. ഹൗസ് ഓണർ പറയുന്ന അനുസരിച്ച് ഞങ്ങൾ ഇതിനകത്ത് ജീവിക്കൂ. പിന്നെ ഹൗസ് ഓണർ പറയുന്നതനുസരിച്ച് ജീവിക്കൂ. നിന്റെ മുഖത്ത് നോക്കിയിട്ട് ഒരു കള്ള ലക്ഷണം ഉണ്ടല്ലോടാ. കാര്യമൊക്കെ ശരി, ഞാൻ പറഞ്ഞേക്കാം. ഈ പരിസരത്തെങ്ങാനും ഒരു പെണ്ണിന്റെ മണമെങ്ങാനും കേട്ടുപോയാൽ അയ്യോ, പെണ്ണെന്ന് പറഞ്ഞ വർഗത്തിനോട് ഞങ്ങൾക്ക് ഭയങ്കര അലർജിയാ. മറിയാമ്മച്ചെടുത്ത് ഒഴിച്ച്. ഏതായാലും താമസിക്കാൻ ഒരു വീടായല്ലോ. ഇന്ന് മുതൽ സജീവമായി രംഗത്തേക്ക് ഇറങ്ങാം. നഗരങ്ങളിലും പ്രാന്തപ്രദേശങ്ങളിലും ഒളിഞ്ഞു കിടക്കുന്ന വില കുറഞ്ഞ ഭൂമി തട്ടിയെടുക്കുക തപ്പിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ പണി. അതിനെ പപ്പൻ നിങ്ങളെ ഹെൽപ്പും. കൊറേ നേരമായി ചേരാൻ തുടങ്ങിയിട്ട്. എന്തിനാണാവോ കാലത്ത് കെട്ടിയെന്നുള്ള. എന്തോ റോഡിൽ ഹലോ. കുറെ നേരമായാലും ഇവിടെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അതെ, പോയിട്ട് വരാൻ പണിയുണ്ട്. ആക്ച്വലി ആരെ കാണാനാണ് നമ്മളിവിടെ നിൽക്കുന്നത്? ഇവിടെ വന്നാ മതി, വരേണ്ട ആൾ ഇപ്പൊ എത്തും. അരുണ, ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം എന്തായി? പറഞ്ഞോളൂ, എന്താണെങ്കിലും പറഞ്ഞോളൂ. അത് അച്ഛനോട് ചോദിക്കണം. അത് ഞാൻ ചോദിച്ചോളാം. അഡ്രസ് പറഞ്ഞുതരൂ. ശിവദാസ് മേനോൻ, TC 8/131, പേരൂർക്കട. എക്സ്ക്യൂസ് മീ, ഏത് കോളേജിലാ പഠിക്കുന്നേ? കോളേജിലാ. ഹായ്. ഒരു പ്രാവശ്യം നോക്കിയാ പിന്നെ കുട്ടിയുടെ മുഖത്ത് നോക്കാനേ തോന്നില്ല. ഹലോ, അപ്പട്ടാ. ഏതാ ഈ പെമ്പിളര്? ഇപ്പൊ എന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോയി കുട്ടികളാ. കോളേജ് പഠിക്കുന്ന പെമ്പിളരൊന്നും അത്ര ശരിയല്ല. അതെ, ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കിയായിരുന്നു. അത് കൊള്ളാം. അതെ, നിങ്ങൾ എന്താ രാവിലെ ഇവിടെ? അത് ഞങ്ങൾ ഇവിടെ അടുത്തൊരു വീട് വാടകയ്ക്കെടുത്ത് താമസിക്കും. ഓ, അത് കൊള്ളാം. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് വരാമല്ലോ. എന്തിനാ? വന്നെന്താ? അയ്യോ, ഹൗസ് ഓണർ ഭയങ്കര സ്ട്രിക്റ്റാ. ഞങ്ങളിപ്പോ ഒരു ബിസിനസ്സിലോട്ട് ഇറങ്ങിയിരിക്കുക. എന്താ ബിസിനസ്? റിയൽ എസ്റ്റേറ്റ്. ഈ വസ്തു വാങ്ങി ലാഭത്തിന് തിരിച്ചു കൊടുക്കുന്ന ബിസിനസ്. അത് കൊള്ളാം. ഭാഗ്യമുണ്ടെങ്കിൽ എളുപ്പം രക്ഷപ്പെടാം. കാര്യം വലിയ കാശുകാരൊക്കെ ആകുമ്പോ സുന്ദരിയെ മറക്കല്ലേ. സുന്ദരീനെ അങ്ങനെ മറക്കാൻ പറ്റോ? അയ്യോ, എനിക്ക് പോകുന്ന ബസ് വന്നേ. എന്നാ പിന്നെ നമ്മൾ പോവല്ലേ? പോകാനാ? എവിടെ പോകാൻ? ഇങ്ങനെ ആക്ച്വലി ആരെ കാണാൻ ഇത്ര നേരം വെയിറ്റ് ചെയ്യിപ്പിച്ചത്? ഇനി ഇവിടെ നിൽക്കണ്ട, ഇനി കുറച്ചു നേരം നമുക്ക് അപ്പുറത്ത് വെയിറ്റ് ചെയ്യാം. എപ്പുറത്ത്? അടുത്ത ബസ് സ്റ്റാൻഡില്. എന്നാ ഞാൻ അപ്പുറത്ത്. എന്തോന്ന് അർദ്ധരാത്രി പ്രേതോ? എന്തോന്ന്? വെളുത്ത വസ്ത്രം ധരിച്ച ഒരു പെൺകുട്ടി എന്നെ കഴുത്തി പിടിച്ചേക്കിടാ. കഴുത്തി പിടിച്ച് ഞെക്കി ഉറങ്ങാൻ നോക്കണം. മനുഷ്യനെ ഉറങ്ങാൻ സമ്മതിക്കാതെ നന്നായിട്ടൊന്ന് ഉറങ്ങി വന്നായിരുന്നു. അത് പറഞ്ഞു. மன்மதலீலையே என்றால் முருக, மன்மதலீலையே என்றால் முருக, மன்மதலீ ദോശ അറിയും. ദോശ എവിടെയുണ്ടവിടെയുണ്ടറിയും. വേണോ? നിനക്കെന്താടാ കോച്ചുവാദം പിടിച്ച? അത് ദോശ എക്സസൈസാ. അതും തുട്ടട ദോശ എക്സസൈസ്. അതൊന്നും അറിയാൻ പറ്റാർക്ക് അറിയില്ല. ഇത് ദോശ ഉണ്ടാക്കുമ്പോ ചെയ്യേണ്ട എക്സസൈസ് ആണ് ദോശ എക്സസൈസ്. ഇന്നലത്തെ പത്രത്തിലിട്ടായിരുന്നു. പത്രം വായിച്ചില്ലേ? ഏത് പത്രത്തെ? എനിക്കൊന്ന് പഠിക്കണമെന്നുണ്ട്. അത് ഒരു ഫ്രഞ്ച് പത്രത്തിലാ. ആഹാ, ദോശക്ക് നല്ല മണം. അല്ലാണ്ട് ദോശക്ക് ചീഞ്ഞ മണം വരുമോ? ഈ ചട്നി അങ്ങോട്ട് വെക്ക്. അല്ല ചട്നിയാ? അല്ല, കിഡ്നി. അല്ല, മറിയമ്മച്ചേർത്ത് എവിടെയായിരുന്നു? ഞാൻ ഇവിടെ ഒക്കെ തന്നെ ഉണ്ടായിരുന്നു മക്കളെ. അതെയാ? ഞങ്ങൾ ഇപ്പൊ ഇത്തിരി ബിസിയാ. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നെ സംസാരിക്കാം. കൈയെടുക്കടാ. ചേർത്തി, ഞങ്ങളൊന്ന് പോയി കുളിച്ച് റെഡി ആയിട്ട് വരാം. ചേർത്തി, ഇത് പൂച്ച വരാണ്ട് സൂക്ഷിച്ചിരിക്കണേ. ഇതിങ്ങെടുത്ത് മാറ്റി. ആഹാ, നല്ല ചൂടുള്ള ദോശ. നല്ല ദോശ. കൊള്ളാലോ പിള്ളേര്.
മുസ്തഫ മുസ്തഫ ഡോണ്ട് വറി മുസ്തഫ. അല്ല, ഒന്നാം തരം ദോശയും ചട്നി. സമ്മതിച്ചിരിക്കണം. വീണ്ടും എടുക്കാം പിള്ളേര്. ചായ ഉണ്ടാക്കിയിട്ടില്ലേ? ഈ പാത്രങ്ങളൊക്കെ നന്നായിട്ട് കഴുകി വെക്കണം. മറിച്ചേട്ടി കുറച്ച് ജോലി തിരക്കുണ്ട്. വരച്ചേ. മുസ്തഫ മുസ്തഫ നാളെ ഇതേ നേരത്തെ വന്നോട്ടാ. മിണ്ടണ്ട, സ്ത്രീ